ഹായ് ഗെയ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതാ ഞങ്ങൾ താത്ത വന്നപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇത് ഫോണിൽ ഇങ്ങനെ കിടക്കുന്ന സ്റ്റോറേജൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത് ഫോണിൽ ഇരുത്തിയിട്ട് കാര്യമില്ല, ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ടൈം കിട്ടണ്ടേ ഇത് എഡിറ്റ് ചെയ്യാനും ഇത് വോയിസ് കൊടുക്കാനൊക്കെ, അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. അങ്ങനെ താത്ത ചെറിയൊരു പർച്ചേസിങ് ലൈറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അങ്ങനെ ലൈറ്റിൻ്റെ ഒരു കടയിൽ ഞങ്ങൾ പോയി. ഹോൾസെയിൽ റേറ്റിന് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ പൊന്നെ 25,000, 30,000, 15,000 ഒക്കെയാണ് ഓരോരോ ലൈറ്റിൻ്റെ റേറ്റ് കേട്ടോ. ഞങ്ങളാണെച്ചെങ്കിലും 5,000 രൂപേൻ്റെ ഉള്ളിലായിട്ട് എന്തെങ്കിലുമൊക്കെ ലൈറ്റ് പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ 5,000-ൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ കണ്ണിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ളതാണെങ്കിലോ ഭയങ്കര റേറ്റുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് ലൈറ്റൊന്നും വാങ്ങിയില്ല. 2 ട്യൂബ് മാത്രം, വീട്ടിലേക്ക് 2 ട്യൂബ് വാങ്ങിയിട്ടേ ആ ലൈറ്റുകളൊക്കെ നോക്കുമ്പോൾ കണ്ണിങ്ങനെ മഞ്ഞളിക്കണം കേട്ടോ. അത്രക്കും നല്ല ലൈറ്റ് കേട്ടോ. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനേ വീട് അലങ്കരിച്ചാൽ പറ്റിയ ലൈറ്റാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ നല്ലോണം കാശ് വേണം കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് ഞങ്ങൾ ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അതങ്ങോട്ട് മാറ്റിപ്പിടിച്ച് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് വിട്ടു കേട്ടോ. ഞാനിങ്ങനെ ഓരോരോ ലൈറ്റ് ഇങ്ങനെ നോക്കിയിട്ടേ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നാ റബ്ബേ നമുക്കൊരു പെരയാകുക, എന്നിട്ട് വേണം ഇങ്ങനത്തെ ലൈറ്റൊക്കെ ഒന്ന് കൊടുക്കാനെന്ന്. അങ്ങനെ പിന്നെന്താ ഈ ഒരു ലൈറ്റാണ് കേട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് വിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒന്ന് പർച്ചേസ് ചെയ്തു. ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും വാങ്ങി ഗിഫ്റ്റ് ബോക്സിലാക്കിങ്ങാണ്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ. വീട്ടിൽ പോകണം ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടിൻ്റെ കാരണം ഞങ്ങളൊരു കടയിൽ കയറി എന്നും കുടിക്കണ ആ ഒരു ജ്യൂസില്ലേ, അത് കുറച്ച് പാർസലും വാങ്ങി കുറച്ച് ഞങ്ങൾ അവിടുന്ന് കുടിക്കുകയും ചെയ്ത്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ കഴിക്കാനായിട്ട് ഫുഡ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് മാത്രം തന്നെയുള്ളൂ വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ വെയിലും കൊണ്ട് നേരെ വീട്ടിലേക്ക് ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഫുഡിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അന്ന് ഞങ്ങൾ കുറച്ച് നേരമായി ചുറ്റിക്കറങ്ങാൻ പോയിട്ട് അപ്പോൾ ഉള്ള ഫുഡ് മാത്രം കഴിച്ചു. പിന്നെ പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയാൽ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല കേട്ടോ. ഇക്കാക്ക് ഭയങ്കര തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ്ങിൽ ഞങ്ങൾ ചെറിയൊരു വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് കണ്ടോ ഒരേ മാതിരിയല്ലേ, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് താത്താക്ക് ഞാൻ പെരുന്നാൾക്ക് എടുത്തു കൊടുത്തേന് കേട്ടോ എൻ്റെ വകമായിട്ട്. അങ്ങനെ പാർക്കിലൊക്കെ എത്തി. അങ്ങനെ മക്കളങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഫലൂദ വാങ്ങിയിട്ട് അത് കുടിച്ചോണ്ടോ. അപ്പോൾ അവരെ കാണാനില്ല കേട്ടോ. അപ്പോൾ എന്താണ് കുട്ടിനായിട്ട് എവിടെ മിസ്സായത്? ഒന്ന് കേക്ക് ബാമുത്തേ ആണ്ടോ. അന്നേം കൊണ്ട് എവിടെ മിസ്സായി എന്ന് വിചാരിച്ച് കാത്തുത്തിരിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? എന്താ കഴിച്ചോണ്ടിരിക്കണേ? ഇതിന്റെ ഉള്ളിൽ ഐസ്ക്രീം ഉണ്ട്. ഒരു കോഫി ഞങ്ങൾ ഫലൂദ വാങ്ങി കഴിക്കുമ്പോഴേക്കും മക്കൾ അങ്ങോട്ട് ഗുൽഫേസും കൊണ്ട് ഓടിയതാണ് കേട്ടോ. മക്കൾ പ്ലേ കളിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് ഓടിയതാണെന്ന് എൻ്റെ വിചാരം. പക്ഷെ ഓരവിടെ റെസ്റ്റ് എടുത്ത് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ വാക്കിംഗ് പ്ലേസ് ഏരിയയാണ്. വാക്കിംഗ് ചെയ്യുക, അതേമാതിരി മക്കൾക്ക് കളിക്കാം, അങ്ങനെ പിന്നെ ഫുഡ് അടിക്കാം. ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്ന് കഴിക്കണല്ലേ, നമ്മൾ വാങ്ങി അങ്ങനെ കഴിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെ അവരെത്തിയിട്ടില്ല. അപ്പോഴേക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. നല്ല രസമാണ് കേട്ടോ, നല്ല കാറ്റാണ്. ഇവിടെ ബോട്ട് ഹൗസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ട് ഹൗസിനൊക്കെ 250 രൂപ ഒരാൾക്ക് കയറാനായിരിക്കും കേട്ടോ. നല്ലൊരു രസമാണ് കേട്ടോ. പക്ഷേ ഇവിടെ ബോട്ട് ഹൗസും കാര്യങ്ങളൊക്കെ അതേ റേറ്റിന് തന്നെ ഓടിയിട്ടിരിക്കണേ. പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മളെ ആ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വന്നതുകൊണ്ടേ എന്ത് ചോദിക്കുകയാണെങ്കിലും ഭയങ്കര റേറ്റ് കേട്ടോ. ജീവിക്കാൻ പ്രയാസമാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ. സത്യം പറഞ്ഞാൽ
അങ്ങനെ ദാ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഈ ഒരു തണുത്ത കാറ്റ്, നല്ല കാറ്റുണ്ട് കേട്ടോ, അതും കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഒത്തിരി പേര് വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അധികം ഇവിടെ ഞങ്ങൾ പോയത് ടൈമിലുള്ള ദിവസമാണ്, സൺഡേ ആണ് കേട്ടോ കൂടുതൽ ആൾക്കാരുണ്ടാവുക. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അത്രക്ക് വലിയതുണ്ടാവില്ല, എന്നാലും ഉണ്ടാവും കേട്ടോ. മക്കളൊക്കെ ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്താ വേണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉരുളങ്കിഴങ്ങ് ഇങ്ങനെ റൗണ്ടായിട്ട് ഇതായതാ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ചോദിക്കാൻ വേണ്ടി കയറിയിട്ടോ. കയറിയപ്പോൾ 80 രൂപ ഒരു ഉരുളങ്കിഴങ്ങിൻ്റെ ആ ഒരു ഇത്. 50 രൂപ ഉണ്ടായിരുന്നിടത്ത് 80 രൂപ, 30 രൂപ അങ്ങോട്ട് കൂടിയിട്ടോ. അപ്പോൾ താത്ത ചോദിക്കണേ അയാളോട്, ഇതെന്താ 80 രൂപ, ഇത് തമിഴിലാട്ടോ ചോദിക്കണത്. അപ്പോൾ അയാൾ പറയണേ ഗ്യാസ് ഒരുപാട് കൂടിയിട്ടുണ്ട്, ഗ്യാസിൻ്റെ റേറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നാലും 80 രൂപക്ക് നഷ്ടമാണ് കേട്ടോ, എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയണം. അങ്ങനെ ഓൻ്റെ ആഗ്രഹമില്ല, അത് വാങ്ങിക്കൊടുക്കാതെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇവിടെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കാൻ വന്നത് കാളാനാണ് കേട്ടോ. കാളാനാണെന്ന് വെച്ചെങ്കിൽ അവിടെ സൺഡേ അല്ലാത്ത ഒരു ടൈം ആയതുകൊണ്ട് ഇവിടെ അത് കിട്ടിയില്ല, താത്താക്ക് അത് കിട്ടിയില്ല. പിന്നെ നമ്മൾ പോണ വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പ്രതീക്ഷയോടെ ഞങ്ങൾ അവിടുന്ന് അതും വാങ്ങിയിട്ട് അങ്ങനെ പോയിട്ടോ. കാരണം ഇത് സ്വത്ത് എന്തൊരാഗ്രഹം പറഞ്ഞാലും അത് വാങ്ങിക്കൊടുത്തിട്ടില്ലേ പിന്നെ സ്വത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏതെങ്കിലുമൊക്കെ ഒരു മാളിൽ പോയിട്ടേ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ എന്തെങ്കിലും ഓനക്ക് വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ അവൻ്റെ കണ്ണിൽ പറ്റിയ അതങ്ങോട്ട് വാങ്ങി പിടിച്ചിങ്ങാണ്ട് നിൽക്കും കേട്ടോ. പിന്നെ അത് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ അതോ 50 റേറ്റും ഒക്കെ അറിയാം കേട്ടോ. അത് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിലോ ഓനവിടെ പൊളിച്ച് നാട്ടുകാരെ മൊത്തം അങ്ങോട്ട് ആളെ കൂട്ടും. പിന്നെ അത് പേടിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ അങ്ങനെ വാങ്ങിക്കൊടുത്ത് ചെറുപ്പം മുതലേ അങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടേ പിന്നെ അവനക്ക് എന്ത് കൊടുത്തിട്ടില്ലേലും മോനെ ആ ഒരു സംഭവം കാണിക്കും. അതുകൊണ്ട് ഓൻ്റെ കാര്യം കണ്ട് നടക്കും കേട്ടോ. അങ്ങനെ നമുക്ക് കാശ് എത്രയാണെങ്കിലും അത് വാങ്ങിക്കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ അവിടുന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ. സ്ഥലം വിടുകയല്ല, അവിടെ വാക്കിംഗ് ഏരിയയാണ്, ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ വാക്കിംഗ് ആയിട്ട് ഇങ്ങനെ നടക്കാം, ശരീരത്തിലൊക്കെ നല്ലൊരു ഉന്മേഷം കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യണ ഒരു സ്ഥലമുണ്ട്, അതൊക്കെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണതേ. അങ്ങനെ ഞങ്ങളത് സംസാരിച്ചിരുന്നപ്പോഴേക്കും ആ സംഭവം അങ്ങോട്ട് കിട്ടിയിട്ടോ. ഈ ഒരു സംഭവമാണ് മക്കളെ 80 രൂപ. നിങ്ങൾ ആരെങ്കിലും കേൾക്കണോ? ഒരു 30 രൂപയുടെ ഉരുളങ്കിഴങ്ങിനാണ് ഈ ഒരു 80 രൂപ. സംഭവം ഗ്യാസിൻ്റെ പേരും പറഞ്ഞിട്ട് ഓല് നല്ലോണം പൈസ മനുഷ്യന്മാരിൽ നിന്ന് പറ്റിക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങളെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ കൂടി അറിയിക്കാൻ മറക്കല്ലേ. അങ്ങനെ അത് ഓൻ്റെ ഒരു വാശീനാല മൂലം അത് വാങ്ങി, അല്ലെങ്കിലും ഓന് പറഞ്ഞത് വാങ്ങിക്കൊടുക്കും കേട്ടോ. ഞങ്ങൾക്ക് ഓനെ എല്ലാവർക്കും പേടിയാണ്. കാരണം ഓൻ്റെ സ്വഭാവങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, അതന്നെ അവസ്ഥ, ആളെ കൂട്ടും. അങ്ങനെ ഓന് അത് വലുതൊന്നും കഴിച്ചൂലത്ര, പിന്നെ എന്തിനാ വാങ്ങിച്ചിക്കണേ? ഓക്കെ, കഴിക്കണ വരെ കഴിക്ക്. വേണ്ട, ഓന് കഴിച്ചിട്ട് പോയാൽ മതി, കഴിച്ചിട്ട് പോയാൽ വേണ്ട. അങ്ങനെ ഓന് കഴിക്കണ കാണണ മാതിരില്ല കേട്ടോ, വാങ്ങും അങ്ങോട്ട് കഴിക്കൂല, അങ്ങനെയാണ്, അതാണ് അവസ്ഥ. അപ്പൊ പണ്ട പകുതി മതി എന്ന് പറയുന്നു. അങ്ങനെ ആ ഒന്ന് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ. എന്നിട്ടും അത് കഴിയണില്ല കേട്ടോ. 80 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കഴിക്കാൻ മാത്രം ഉണ്ട് കേട്ടാ. അങ്ങനെ ഓള് കുറേ ഊഞ്ഞാലാടി, കുട്ടി കുറേ ഊഞ്ഞാലാടി. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ആടേണ്ടതാണ് അത്. 10 വയസ്സിന് താഴെയുള്ളവർക്ക് ആടേണ്ടതാണ്. എന്നിട്ടാണ് 17 വയസ്സായ പോത്ത് ആടണേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇരുട്ട് മറവത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വെളിച്ചത്തോളൂ വാച്ച്മാൻ കാണുക എന്നുള്ള പ്രതീക്ഷയോടെ ഓളങ്ങോട്ട് സുഖമായിട്ട് ആടണം കേട്ടോ. ഓള ആടുന്നത് കണ്ടതും ഓള് നീച്ചതും വേറെ ഓളെ പോലെ 2 പെൺകുട്ടികൾ വന്നിട്ട് വീണ്ടും ആടാൻ തുടങ്ങിട്ടോ. അപ്പോഴേക്കും വിസിലിങ്ങനെ അടിച്ചിട്ടുണ്ട് അവിടുന്ന് വാച്ച്മാനെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ ഇടയിൽ തന്നെ കാളാനും കഴിക്കാന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഈ ഒരു പോക്ക് കേട്ടോ. അങ്ങനെ ഭയങ്കര രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല കാറ്റ്, നല്ല മനസ്സിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാറ്റിങ്ങനെ ആസ്വദിച്ചിരിക്കുക ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ താത്ത കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഇരുട്ടത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒറ്റൊന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ക്യാമറ ഐഫോണൊന്നും അല്ലല്ലോ, സാധാ ഒരു ഫോണാണ്, നോർമൽ സെറ്റാണ്. അപ്പോൾ പതിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിലേക്ക് പോണ വഴിക്ക് തന്നെ അടുത്തൊരു കട ഉണ്ട്. ആ കടയിലോട്ട് പോയിട്ട് കാളാൻ കഴിക്കാന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ഒരു പോക്കട്ടോ. പിന്നെ അവിടുന്ന് അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്നിട്ട് അവിടുന്ന് ആ ഒരു കാളാൻ്റെ കടയും നോക്കി നടന്നു. പക്ഷെ കാളാനൊന്നും കട അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് തന്നെ ഒരു ബർഗറിൻ്റെ കട ഉണ്ട്. അവിടെ കയറിയിട്ട് ഞങ്ങൾ റോളും കഴിച്ചിട്ട് കുറച്ച് ഐസ്ക്രീമും കഴിച്ച്
കോൺ ഐസ്ക്രീമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗേസ്. അപ്പോഴേക്കും ഒരു ഓട്ടോക്കാരൻ വന്ന് അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ വീട്ടിൽ പോയി സെറ്റിലായിട്ടോ. അപ്പോഴത്തേക്കുള്ളൂ പുതിയൊരു വീഡിയോസ്. ഞാൻ ബോറടിപ്പിച്ചതിൽ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു ആദ്യമായിട്ട് തന്നെ. പിന്നെ എൻ്റെ വീഡിയോസ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോഴത്തേക്കുള്ളൂ ഗേസ്, ബൈ.